ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഒരു മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ. കൈക്ക് വേദനയായിട്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത്. ഇതിപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബ്രെഡും നമ്മൾ മുട്ടയൊക്കെ വെച്ച് മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ അത്യാവശ്യം ഹെൽത്തിയാണ്. വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ചിക്കന് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ചായയുടെ കൂടെയൊക്കെ വൈകിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് പപ്സും അങ്ങനെ എന്തെങ്കിലും ഐറ്റമൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി നല്ലതുപോലെ നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു മുട്ടയും ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം കുറച്ച് ബ്രെഡും ആ ഒരു അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് വിനാഗിരി, ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 3 അല്ലി വെളുത്തുള്ളി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്, മയോണൈസിന് വെളിച്ചെണ്ണ നമ്മൾ എടുക്കത്തില്ല. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യത്തേക്കും വേണ്ടി മാത്രമേ എപ്പോഴും മയോണൈസ് ഉണ്ടാക്കി എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് വെച്ച് എടുക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി എരിവ് അധികം വേണമെങ്കിൽ ഒരു 4-5 പച്ചമുളകൊക്കെ വേണമെങ്കിലും ചേർക്കാം. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നല്ലോ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തേയും കൂടെ ചേർക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് ചിക്കൻ വെന്തിട്ട് ഇങ്ങനെ ഉപ്പിട്ട് വേവിച്ചിട്ട് നമുക്കത് എല്ല് കളഞ്ഞ് പിച്ചിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ വെജിറ്റബിൾസ് മാത്രമാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒറിഗാനോ പൗഡർ കൂടെ ചേർക്കുന്നത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. കാരണം നമുക്കതില്ലാതെയും കുഴപ്പമൊന്നുമില്ല. ഒരു അത്യാവശ്യം ചെറിയൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ. അപ്പം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ആ മയോണൈസിൻ്റെ പ്രശ്നമാണ്. ഷവർമയൊക്കെ മേടിച്ച് കുട്ടികളൊക്കെ മരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മയോണൈസ് ഇങ്ങനെ പഴകിയത് ഫ്രിഡ്ജ് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ മയോണൈസും ഇങ്ങനെയുള്ള സാൻഡ്വിച്ച് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ. അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒറിഗാനോ പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഒരു ചെറിയ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 കഷ്ണം ബ്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ആൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അധികം ബ്രെഡ് എടുക്കുക. മയോണൈസിൻ്റെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ നടുക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ മിക്സ് ചെയ്ത് വെജിറ്റബിളും മയോണൈസും ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോൾ എന്തായാലും ബ്രെഡ് 2 കഷ്ണമാകും. അപ്പോൾ എന്നിട്ട് നമ്മളിത് നനയ്ക്കുന്നില്ല. ബ്രെഡ് സാധാരണ ഒന്ന് നനച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് പക്ഷേ ആ മയോണൈസ് ഒരു ക്രീമി ഇത് ആയതുകൊണ്ട് ആ സൈഡൊക്കെ നമുക്ക് അത് തന്നെ വെച്ചിട്ടങ്ങ് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ 8 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലായാലും എടുക്കാം. പിന്നെ വെളിച്ചെണ്ണയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് പതുക്കെ വേണം നമ്മുടെ ഈ മൈദയിലിട്ട് ഇട്ടൊന്ന് മുക്കിയെടുക്കാൻ. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്. ഇങ്ങനെ പതുക്കെ ഒന്ന് മുക്കിയെടുത്ത് ഇട്ട് പൊരിച്ചെടുക്കാം.
അപ്പം ഞാൻ 2 എണ്ണമാണ് ഇടുന്നത്, കാരണം എനിക്ക് ചെറിയ അപ്പച്ചട്ടിയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ പാനൊക്കെ ആണെങ്കിൽ 4 എണ്ണമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ടൊരു നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വെജിറ്റബിൾസ് വേകാനുള്ള ഒരു സാധനമൊന്നും ഇല്ലല്ലോ അധികം, പിന്നെ ബ്രെഡും അല്ലയോ. അപ്പം തിരിച്ചിടുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ബ്രെഡ് ഇളകിപ്പോകാതെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടി എണ്ണ അകത്ത് കുടിക്കാതെ ഇരിക്കണം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ഇത്. അപ്പോൾ ഈ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തീ കൂടിപ്പോയെന്തോ ഞാൻ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 2 എണ്ണം എടുത്തതാണ് കേട്ടോ. പക്ഷേ ഗ്യാസ് അങ്ങനെ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുക്കരുത്. എണ്ണ തിളച്ച എണ്ണയിൽ നിന്ന് തന്നെ കോരിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ബാക്കി നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ, ബ്രെഡും മുട്ടയൊക്കെ മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.